യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഇന്ന് നമ്മുടെ ജീവിതം ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമതെല്ലാം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇതൊരു വാഗ്ദാനമാണ്. സ്വർഗീയ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ച രക്ഷകനും നാഥനുമായ ഈശോ വഴി നമ്മൾക്ക് വേണ്ടതെല്ലാം ഇന്ന് നൽകും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക. നാവുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായി നമുക്ക് ഈ നിമിഷം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിൻ്റെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തു വഴി നീ ഇന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സമ്പന്നതയും ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആ സമ്പത്ത് ഞങ്ങൾ സ്വീകരിക്കുവാൻ ഒരുക്കമാണ്. ആ സമ്പത്ത് ഞങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് വേണ്ടി നീ ഞങ്ങളുടെ കൈകളെ സജ്ജമാക്കണമേ. എൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി ഇന്ന് എനിക്ക് സമ്പത്ത് നൽകി എന്നെ അനുഗ്രഹിച്ചതിന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി ഞങ്ങൾ ഈ വചനം ഏറ്റെടുക്കുന്ന കർത്താവേ, ഈ ദൈവവചനം ശ്രവിച്ച എല്ലാ മക്കളുടെ മേലും ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് കർത്താവേ, നിനക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഓരോ കുടുംബത്തിലെ മക്കളെ നീ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ജോലി മേഖലകളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഏതെല്ലാം വഴികളിലൂടെ നീ സമ്പത്ത് കൊടുക്കുവാൻ ആഗ്രഹിച്ചോ ആ വഴികളെല്ലാം തുറന്നു കൊടുത്തതിന് നന്ദി പറയുന്നു. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോ ഭവനത്തിലും സംഭവിച്ചതിന് ദൈവമേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെയും നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കാം. പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി ഈ 800 കോടിയിലധികം വരുന്ന മക്കൾക്കും സമ്പത്ത് നൽകി അനുഗ്രഹിക്കുവാൻ ഇന്നത്തെ ദിവസം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.